അതിശക്തമായ ഭൂചലനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കവിഞ്ഞു. 1002 പേരുടെ മരണം സ്ഥിരീകരിച്ചതായും BBC റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പേർ ഇനിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഏറ്റവും കൂടുതൽ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മ്യാൻമറിലെ പട്ടാള മേധാവി മിൻ യോങ് ഫ്ലെയിങ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 6 പ്രവിശ്യകളിലും തായ്ലൻഡിലെ തലസ്ഥാനം ബാങ്കോക്കിലുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള വ്യക്തതയില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ വീടുകളും റോഡുകളും തകർന്നതും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതുമാണ് കാണുന്നത്. ശക്തമായ ഭൂചലനത്തിൽ മ്യാൻമറിലും തായ്ലൻഡിലും തകർന്ന കെട്ടിടങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു. ബാങ്കോക്കിൽ മെട്രോ റെയിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം നിലം പതിച്ചു. 81 തൊഴിലാളികൾ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി തായ്ലൻഡ് ഉപപ്രധാനമന്ത്രി പറഞ്ഞു. 2 പ്രധാന ടെലികോം കമ്പനികളും തകർന്നതിനാൽ ആശയവിനിമയം മുടങ്ങി. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മ്യാൻമറിലെ ശക്തമായ ഭൂചലനത്തിൽ പള്ളി തകർന്ന് 20 പേർ കൊല്ലപ്പെട്ടു. ഭൂചലനം ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ച മാൻഡലെ മേഖലയിലാണ് സംഭവം. ഇവിടെ ഇരട്ട ഭൂചലനങ്ങൾ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. പ്രാദേശിക മാധ്യമങ്ങളാണ് പള്ളി തകർന്ന് 20 പേർ മരിച്ചത് റിപ്പോർട്ട് ചെയ്തത്. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്നലെ ജുമ കഴിഞ്ഞ് നിസ്കാരത്തിനായി എത്തിയവരാണ് മരിച്ചത്. ഭൂകമ്പം തകർത്ത അയൽരാജ്യമായ മ്യാൻമറിന് ഇന്ത്യ സഹായഹസ്തം നീട്ടി.